ഞങ്ങൾ 2-3-4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കൺസാറ് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷേ ഞാൻ ഉണ്ണിസാറിൻ്റെ അണ്ടറിലായിരുന്നു വർക്ക് ചെയ്ത് മൊത്തം. സാറിനെ എല്ലായിടത്തും തന്നെ വിടാനും തന്നെ ഓരോ സ്ഥലങ്ങളിൽ പോയി ഓരോരുത്തരെ കാണാനും ഓഡിറ്ററെ കാണാനും ഒക്കെ വിടുമായിരുന്നു. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ കാര്യങ്ങളും തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രാപ്തയായത് സത്യം പറഞ്ഞാൽ. എന്നാലും കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. ആദ്യം കുറച്ച് നാൾ മുത്തൂറ്റ് വർക്ക് ചെയ്ത് ഒരു 9 മാസത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ ഒരു 5 വർഷം മൊത്തം ഞാൻ ഇവിടെ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ എൻ്റെ ഒരു ജോലിയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് മൊത്തം ഇവിടുന്ന് തന്നെയായിരുന്നു. അപ്പം ഇവരെനിക്ക് തന്ന എല്ലാ കാര്യത്തിലും സാറിൻ്റെ സപ്പോർട്ട് എനിക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യലാണെങ്കിലും എല്ലാ രീതിയിലാണെങ്കിലും വളരെ സന്തോഷം. അപ്പം എനിക്കിങ്ങനെ ഒരു ജോലി തന്നതിനും ഇത്ര നാളും എന്നെ സഹിച്ചതിനും എല്ലാവർക്കും നന്ദി. സാറിന് ഒരുപാട് നന്ദി. സ്ഥാപനം തുടങ്ങിയിട്ട് 5 ഇയർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം നമ്മളവിടെ ഒരു 100 സ്ക്വയർ ഫീറ്റ് അല്ലേ 110 സ്ക്വയർ ഫീറ്റ് ഉള്ള റൂം. ആ റൂമിനകത്ത് ആദ്യം നമ്മൾ സ്റ്റാഫിനെ അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റാഫിനെ കിട്ടത്തില്ലാത്ത റീസൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബ്രാൻഡില്ല, പേരില്ല. അങ്ങനെ ഞങ്ങൾ ഇൻഡസ്ട്രിയിലുള്ള 10 ഇരട്ടി സാലറിക്ക് ഓഫർ ചെയ്താൽ ആരും വരത്തില്ല. ബിക്കോസ് ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് ടു ഗെറ്റ് സ്റ്റാഫ്സ്. അപ്പോൾ അങ്ങനെ ബോണിസാർ അന്നുണ്ട്. ബോണിസാർ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്. ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഡിഗ്രി കഴിഞ്ഞിട്ട് ലാംഗ്വേജ് പഠിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബോണിസാർ വരും. ഓൺലൈനിൽ ക്ലാസ് എടുക്കും, അങ്ങനെ വരും. അതിനുശേഷം നമുക്ക് അബിയ എന്ന് പറഞ്ഞൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. വളരെ കമ്മിറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു പുള്ളിക്കാരി. ഇപ്പോൾ ദുബൈയിലാണ് ജോലി. എനിക്കൊന്ന് പുള്ളിക്കാരി ഒരു 4-5 മാസം ഉണ്ടായിരുന്നു. പുള്ളിക്കാരാണ് ആദ്യം വെച്ചാൽ അന്ന് ആ സമയത്ത് IIT എന്ന കമ്പനിയുടെ ബിഗിനിങ് സ്റ്റേജാണ്. അത് കഴിഞ്ഞാണ് വിദ്യ വരുന്നത്. എനിക്ക് തോന്നുന്നത് വീണയെ കണ്ണം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ ഇങ്ങനെ വീണയുടെ മറ്റോ ഇങ്ങനെ ഇപ്പോൾ സ്റ്റാഫിൻ്റെ കേസോ അങ്ങനെ കണ്ട് പറഞ്ഞാണ് വിദ്യ വരുന്നത്. അപ്പോൾ വിദ്യ വരുമ്പം ടോട്ടലി അവിടെ റെഗുലർ സ്റ്റാഫ് എന്ന് പറയാൻ ഞാനും കണ്ണനും സെബിനും അല്ലാതെ വിദ്യ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ബോണിസാർ അത് കഴിഞ്ഞല്ലേ. ബോണിസാർ ആ സമയത്ത് റെഗുലർ സ്റ്റാഫായിട്ടുണ്ട്, പക്ഷേ എക്സാംസും ഉണ്ട്, പല സാധനങ്ങളും ഉണ്ട്. അപ്പം ഏകദേശം ബോണി, വിദ്യ ഇവർ 2 പേരുവേ നമുക്കൊരു ടോട്ടൽ സ്റ്റാഫ് എന്ന് പറയാൻ നമ്മുടെ എൻ്റയർ ഓർഗനൈസേഷൻസിലുള്ളൂ. അപ്പോൾ അന്ന് തൊട്ട് വിദ്യ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ ബിഗിനിങ് സ്റ്റേജിൽ ഉണ്ടായിരുന്ന സമയത്ത് അതിന് ശേഷമാണ് ആൻസി വന്നു. പിന്നെ ഇപ്പോൾ നമ്മളെല്ലാം ഒരു 150 റെഗുലർ സ്റ്റാഫും 100 ഓൺലൈൻ സ്റ്റാഫും എല്ലാം കൂടെ 300 പേരുള്ളപ്പം ആ ബിഗിനിങ് സമയത്ത് നമ്മുടെ സ്ഥാപനത്തിൽ വരാനും അല്ലെങ്കിൽ അതിൻ്റെ ആ സമയം തൊട്ട് ഇന്ന് വരെ ഒരു വളരെ കമ്മിറ്റഡ് ആയിട്ട് തന്നെയാണ് വിദ്യ ജോലി ചെയ്യുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം. 2 കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നല്ലൊരു വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ വഴക്ക് കേട്ടേക്കുന്ന ആൾക്കാർ ചിലർ വിദ്യയും ആൻസിയൊക്കെ ആയിരിക്കും 100%. കാരണം നിങ്ങൾക്കാർക്കും അങ്ങനെ കേൾക്കേണ്ട വരുന്നില്ല. കാരണം ഇന്നിപ്പം ഒരു ടീം മാനേജേഴ്സ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ മുകളിൽ ആൾക്കാരുണ്ട്. അന്ന് നേരെ ഡയറക്റ്റാണ്, ഒരു റൂമേ ഉള്ളൂ ആകെപ്പാട്. അപ്പോൾ എന്ത് ചെയ്താലും ഈ റൂമും അപ്പുറത്തൊരു റൂമും 2 റൂമേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് പേഴ്സൺ ഓഫ് കോൺടാക്ട് എന്ന് പറഞ്ഞൊരു സാധനം വരുന്ന വിദ്യയായിട്ടും ബോണിയായിട്ടും കുറച്ച് ആൻസിയായിട്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അക്കൗണ്ട്സ് വന്നാൽ ഏത് സാധനം ഡയറക്റ്റാണ്. ഒളിക്കാനോ ഇപ്പോൾ ചിലപ്പോൾ ആൾക്കാർ ഓടുന്നൊക്കെ നമുക്ക് കാണാം. അന്ന് അതിനൊരു ഓപ്ഷൻ ഇല്ല. കാരണം ഇതിലേ ഓടാനാണ്, ഒരു വാതിലേ ഉള്ളൂ, എങ്ങോട്ടിറങ്ങി ഓടാനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ നിന്ന് വിദ്യയ്ക്ക് വന്നുകൊണ്ടാണ് വിദ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ആക്റ്റീവായിട്ട് ഒരു പരിധി വരെ നിൽക്കാൻ പറ്റുന്നത്. 2 അന്ന് തൊട്ട് ഇന്ന് വരെ കമ്മിറ്റഡ് ആയിരുന്നു. നമ്മളെ സംബന്ധിച്ച് സന്തോഷമാണ്. കാരണം ഇതിനിടയ്ക്ക് നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത് ഒത്തിരി ആൾക്കാർ ഇടയ്ക്ക് പോയിട്ടുണ്ട്. അത് സ്വാഭാവികം ഒരു ഓർഗനൈസേഷൻ ആകുമ്പം. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ വിദ്യയുണ്ട്. പിന്നെ അന്ന് ആ സമയത്തുണ്ടായിരുന്ന എനിക്കൊന്ന് എല്ലാവരും തന്നെ ഇപ്പോഴും നമ്മുടെ ആൻസിയുണ്ട്, അല്ലെങ്കിൽ ബോണിയുണ്ട്, എല്ലാ ആൾക്കാരും തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ സന്തോഷമാണ്. പിന്നെ ഇവരുടെ ഒരു ഹാർഡ് വർക്ക്. കാരണം അന്ന് നമ്മൾ ഓൺലൈൻ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. ഓൺലൈനൊന്നും ഇല്ല. ബിഗിനിങ്ങിൽ തുടങ്ങുന്ന നമ്മുടെ പ്രിയയിൽസും ഫൗണ്ടേഷൻ ഫോർ OIT ഒക്കെ അയച്ചു കൊടുക്കുന്ന ഒരു ബിഗിനിങ് സ്റ്റേജാണ്. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ടൈം ടേബിൾ ഇടുക. അന്ന് വരെ ഞങ്ങളാണ് ടൈം ടേബിൾ ഇട്ടുകൊണ്ടിരുന്നത്. ടൈം ടേബിൾ ഇടുന്നത് ഞങ്ങളാണ്, ക്ലാസ് എടുക്കുന്നത് ഞങ്ങളാണ്, ഇതിന് സെയിൽ എടുക്കുന്നത് ഞങ്ങളാണ്. ഒരേ നമ്പറിൽ നിന്ന് തന്നെ നമ്മൾ സെയിലും എടുക്കും, ക്ലാസ്സും എടുക്കും, ഇവരോട് കാശും മേടിക്കും, അത് അക്കൗണ്ട്സും ചെയ്യും. ഇവരെല്ലാം പോയി കഴിഞ്ഞ് ഓഫീസും തൂത്തിടും. ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നൊരു സമയമാണ്. ആ സമയത്താണ് വിദ്യ വരുന്നത്. വിദ്യ എനിക്കൊന്ന് ടൈം ടേബിളും കാര്യങ്ങളും ഇടാൻ തുടങ്ങി. അന്ന് എനിക്കൊന്ന് ഒരു ടീച്ചേഴ്സിന് ടൈം ടേബിൾ ഇട്ട് തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ 100-300 ടീച്ചേഴ്സിന് ടൈം ടേബിളും കാര്യങ്ങളും. അന്ന് ഒരു കോഴ്സ് മാത്രം നമുക്കുള്ളൂ. എനിക്കൊന്ന് IELTS മാത്രമേ ഉള്ളൂ. അതും കഴിഞ്ഞാൽ നമ്മൾ OIT സ്റ്റാർട്ട് ചെയ്യുന്നത്. OIT അതും ഒരു 5-6 മാസം കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ആകെപ്പാടെ ഫൗണ്ടേഷൻ ഫോർ OIT എന്നൊരു കോഴ്സും ഇല്ല. IELTS എന്ന് പറഞ്ഞുള്ള നമ്മുടെ റെക്കോർഡ് ലെസൺസ് അയച്ചു കൊടുക്കുക, അതിന് ടൈം ടേബിൾ എന്ന റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ട്സ്, അങ്ങനത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ 5 വർഷം കൊണ്ട് നമ്മൾ ചിന്തിച്ചേക്കാളും ഗ്രോത്ത് സ്ഥാപനത്തിനുണ്ടായി 100%. നമ്മളതൊന്നും ഒരിക്കലും ചിന്തിച്ചതല്ല. ബിസിനസ്സാണ്, സ്വപ്നങ്ങളുണ്ടോ, വിഷൻ ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മൾ ഒരിക്കലും ചിന്തിച്ചില്ല ഇത്രയും
ഒരു ഗ്രോത്ത് വിത്തിൻ 5 years ഉണ്ടാവും. നമ്മളും ചെന്ന് ഇന്നിപ്പോൾ എത്രയോ കോഴ്സുണ്ട്, എത്ര ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു സ്നേഹം നമുക്ക് വിദ്യയോടൊക്കെ ഉണ്ട്. കാരണം ആ സമയത്ത് നമ്മുടെ കൂടെ നിന്നാണ്. അതിനകത്ത് ഇപ്പോൾ സാലറിയുടെ കേസുകളാണെങ്കിലും ഒരു പുറത്ത് ഏത് സ്ഥാപനത്തെ ജോലി എന്ന് ചോദിച്ചാൽ ആരും അങ്ങനെ പേര് പോലും കേട്ടിട്ടില്ല. അല്ലെങ്കിൽ PF ESC അങ്ങനത്തെ യാതൊരു ആനുകൂല്യങ്ങളും ഇല്ല, ഇൻസെൻറ്റീവ്സ് ഇല്ല, നല്ല ഓഫീസില്ല, ഓഫീസ് ബിൽഡിങ്ങോ ചെയറോ സംവിധാനങ്ങളോ യാതൊരു കാര്യങ്ങളും ഇല്ല. നമ്മളൊരു മാടക്കട സെറ്റപ്പിൽ ഇരിക്കുന്നു, അതിനകത്ത് ആൾക്കാർ വരുന്നു, ജോലി ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇവർ വന്ന ആ ഒരു സ്നേഹം നമുക്കിപ്പോഴുണ്ട്. ഇവരും വളരെ ആത്മാർത്ഥമായിട്ട് കമ്മിറ്റഡ് ആയിട്ടാണ്. ഫിനാൻസിൻ്റെ കേസാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുമ്പോൾ, ടീച്ചേഴ്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും വളരെ ഈസി ആയിട്ട് ആര് വിചാരിച്ചാലും കള്ളത്തരം കാണിക്കാൻ പറ്റുന്ന പല മേഖലകളുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യാതെ കമ്മിറ്റഡ് ആയിട്ട് വളരെ നല്ലപോലെ ജോലി ചെയ്യുന്നതിനകത്ത് നമുക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ സ്ഥാപനത്തിൽ ഇനിയും പുതിയ പൊസിഷൻസോട്ട് വരട്ടെന്നും സാലറിക്കകത്തും അല്ലാത്ത കാര്യങ്ങൾക്കകത്തൊക്കെ എല്ലാ കാര്യങ്ങളും ഇതുവരെ ഞാൻ ആശംസിക്കുന്നു. അപ്പം എനിക്കൊന്ന് രണ്ടാമത്തെ ആളാണ് 5th anniversary സെലിബ്രേറ്റ്, ഒന്ന് ബോണിസാറാണ്, 2 വിദ്യ സെലിബ്രേറ്റ്. അപ്പോൾ ആ ഒരു സമയം തൊട്ട് ഇന്ന് വരെ ഞങ്ങളെ സംബന്ധിച്ചുള്ള പേഴ്സണലി ഓൺലൈൻ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ പല കാര്യങ്ങളും ആ മേഖലയിലോട്ട് നമുക്ക് ഒരു പരിധിവരെ ശ്രദ്ധിക്കേണ്ടാത്തത് വിദ്യയെ പോലെ ആൾക്കാരോടുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളതിൻ്റെ പുറകെ നടക്കും. അതെപ്പോഴും ഇപ്പോൾ ഇവിടെ ഒരു പരിധിവരെ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കോർ മീറ്റിംഗ് നടത്തിയ സമയത്ത് ഞാനും കണ്ണനും ഓഡിറ്ററൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞൊരു കാര്യത്ത് നമുക്ക് പല മേഖലകൾ അങ്ങനെയുള്ള സ്റ്റാഫിനെ കിട്ടുന്നതാണ് ഓർഗനൈസേഷൻ വളരുന്നത്. അല്ലാതെ നമ്മളെ കൊണ്ടൊന്നും ഓടിച്ചുകൊണ്ട് പോകാനും പറ്റത്തില്ല. ഇത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. എല്ലാം കൂടെ അന്ന് ഒരു പക്ഷേ 2 പേരുള്ളപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും, ഇന്നൊരിക്കലും അത് ഒരു ലെവലിൽ പോസിബിൾ അല്ല. ഇപ്പം ജോജോ സാർ അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, അല്ലെങ്കിൽ വിദ്യ ഓൺലൈൻ അഡ്മിനിസ്ട്രേഷൻ്റെ കേസും ടീച്ചേഴ്സിൻ്റെ കേസും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് വൃത്തിക്ക് അത് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് അവിടുന്ന് അഡ്മിഷൻസ് വരുന്നത്. ഇവരത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും കമ്മിറ്റഡ് ആണ്. അപ്പം അവരെല്ലാവരും ഞാൻ അഭിനന്ദിക്കുന്നു. അപ്പോൾ വിദ്യയ്ക്ക് ഒരിക്കൽ കൂടെ 5 years നമ്മുടെ ILTയുടെ ഒരു ബിഗിനിങ്ങിലുള്ള സ്റ്റാഫ് എന്നുള്ള നിലയ്ക്ക് ഇതൊരു 10 വർഷം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ ലെവലായിരിക്കത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. 5 വർഷം കൊണ്ട് നമ്മൾ ഇവിടെ വരെ വന്നെങ്കിൽ ഈ ഒരു വർഷമാണ് പുതിയ കുറേ കാര്യങ്ങളിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു 10 വർഷം കഴിയുമ്പോൾ ഇതിലും നല്ലൊരു പൊസിഷൻസ്, ഇതിൻ്റെ ഒരു 2 ഇരട്ടിയോ 5 ഇരട്ടിയോ സാലറിയിലും കാര്യങ്ങളിലും നല്ല പൊസിഷനിൽ ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.